വെൽക്കം ടു മെഡ് ഹെഡർ. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് റുബാർബാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ഡ്രഗാണ്. സോ സിനോണിംസ് ഏകദേശം 10 തന്നിട്ടുണ്ട്. സോ സിനോണിംസിന് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കാം. ചിലത് റിലീജിയസ് രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു റീജിയൻ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വെറൈറ്റി അനുസരിച്ചും സിനോണിംസിന് പേരുകൾ കൊടുക്കാറുണ്ട്. സോ റിയം, റുവാഞ്ചി, റെഡിക്സ് റേ, ചൈനീസ് റുബാർബ്, അമേരിക്കൻ റുബാർബ്, ഇന്ത്യൻ റുബാർബ്, പൈപ്ലാൻ, ഗാർഡൻ റുബാർബ്, ടർക്കി റുബാബ്, റഷ്യൻ റുബാബ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം റീജിയൻ വൈസും അല്ലെങ്കിൽ ട്രഡീഷണൽ വൈസും ഒക്കെ ആയിരിക്കാം ഓരോ പേരുകൾ വന്നിട്ടുണ്ടായിരിക്കുക. സോ ബേസിക്കലി റിയം, റുവാഞ്ചിനി, റാഡിക്സ് റീ, ചൈനീസ് റുബാബ് എന്നുള്ള പേരുകളൊക്കെ പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. സോ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കി പോകണം. സോ ബയോളജിക്കൽ സോഴ്സ് പറയാം. സോ ബയോളജിക്കൽ സോഴ്സ് ദ മെഡിസിനൽ സബ്സ്റ്റൻസ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡ്രൈഡ് റൈസോം, അതായത് മനസ്സിലാക്കണം റൈസോമാണ്, ഓഫ് വേരിയസ് സ്പീഷീസ് ഇൻക്ലൂഡ് റിയം പാൽമാറ്റം, റിയം വെബിയാനം, റിയം ഒഫിസിനാലെ, റിയം ഇമോഡി. ഓൾ ഫോൾസ് അണ്ടർ ദ ഫാമിലി പോളിഗ്നേസിയ. സോ ഫാമിലി പോളിഗ്നേസിയ ആണ്. ഏതൊക്കെയാണ് വരുന്ന സ്പീഷീസ്? റിയം പാൽമാറ്റം, റിയം വെബിയാനം, റിയം ഒഫിസിനാലെ ആൻഡ് റിയം ഇമോഡി. സോ ഇത്രയുമാണ് വരുന്നത്. ജോഗ്രഫിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ റുബാബ് ഫ്ലറിഷ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് പ്രിഡോമിനന്റ്ലി ഹാർവെസ്റ്റഡ് ഫ്രം ഏരിയ സച്ച് എസ് കാശ്മീർ, കുളു, മണാലി. സോ റുബാർബ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഹണിമൂണിനെ പറ്റി ആലോചിക്കുക. ഹണിമൂൺ എവിടെ പോവുക? കുളു മണാലിയിലേക്ക് പോവുക അല്ലേ? സോ അവിടെയാണ് റുബാർബ് കാണാമെന്ന് ആലോചിക്കുക. കാശ്മീരിൽ പോവാറുണ്ട്, അവിടെ ആണെന്ന് ആലോചിക്കുക. സോ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ റുബാർബ് കാണാറുള്ളത്. ഓക്കെ, സോ നമുക്കൊരു കാര്യം കൂടെ എക്സ്ട്രാ പറയാനുണ്ട്. സോ റഫോണിക് റുബാർബ് കണ്ടെയ്ൻ റഫോണ്ടിക് ഗ്ലൈക്കോസൈഡ്. അതായത് റഫോണ്ടിക് റുബാർബുകളിൽ റഫോട്ടിക് ഗ്ലൈക്കോസൈഡ് ഉണ്ട്. ഇതിന് നമ്മൾ സ്റ്റിൽബീൻ എന്നാണ് പറയുക. സോ ഈ സ്റ്റിൽബീൻസുകൾക്ക് ഈസ്ട്രോജനിക് ആക്ടിവിറ്റി ഉണ്ട്. അതുമാത്രമല്ല ഒരു ബ്ലൂ ഫ്ലൂറസൻസ് UV ലൈറ്റ് എന്ത് ചെയ്യാറുണ്ട്? ഇത് എമിറ്റും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതൊരു നോട്ടാണ്, മനസ്സിലാക്കി വെക്കുക. സോ കെമിക്കൽ കോൺസ്റ്റൻസ് പറയുവാണെങ്കിൽ ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ് 2 to 4.6% ഉള്ളത്. എന്താ ഉള്ളത്? ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ് ആണ്. സോ ഇതിനെ തന്നെ നമ്മൾ ഗുഡ്നിങ് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആന്ത്രാക്വിനോൺ വിത്ത് എ കാർബോക്സിൽ ഗ്രൂപ്പ്. ആന്ത്രാക്വിനോൺ വിത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ റിയം ആൻഡ് ഗ്ലൂക്കോട്ടൈൻ. സോ ആന്ത്രാക്വിനോൺസ് വിത്തൗട്ട് എ കാർബോക്സിൽ ഗ്രൂപ്പ്, ആന്ത്രാക്വിനോണിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ഇല്ലാതെയാണെങ്കിൽ ഇമോഡിൻ, ആലോ ഇമോഡിൻ ആൻഡ് ക്രിസോഫെനോൾ. ഇനി ഹെട്രോ ഡൈമറിക് ആന്ത്രോൺ ഡെറിവേറ്റീവ്സ് ഉണ്ട്. സോ പാൽമാറ്റിൻ A ഉണ്ട്, പാൽമാറ്റിൻ B ഉണ്ട്, പാൽമാറ്റിൻ C ഉണ്ട്. സോ പാൽമാറ്റിൻ A ആണെങ്കിൽ ഇമോഡിൻ പ്ലസ് ആലോ ഇമോഡിനും, പാൽമാറ്റിൻ B ആണെങ്കിൽ ക്രിസോഫെനോൾ പ്ലസ് ആലോ ഇമോഡിനും, പാൽമാറ്റിൻ C ആണെന്നുണ്ടെങ്കിൽ ഇമോഡിൻ പ്ലസ് ക്രിസോഫെനോളും ആണ് ഉണ്ടാവുക. സോ ഹെട്രോ ഡൈമറിക് ആന്ത്രോൺ ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് പാൽമിഡിൻ A, പാൽമിഡിൻ B, പാൽമിഡിൻ C. ബേസിക്കലി അതിനുള്ള കണ്ടന്റുകൾ എന്തൊക്കെയെന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഡെറിവേറ്റീവ്സിന്റെ പേരെങ്കിലും പഠിക്കാം. സോ അസ്ട്രിഞ്ചൻസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗാലിക് ആസിഡ്, ഗ്ലൂക്കോനൈൽ, ടാനിക് ആസിഡ്, കെറ്റച്ചിൻ ആൻഡ് എപ്പികെറ്റച്ചിൻ. സോ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ആൻഡ് കാൽഷ്യം ഓക്സലേറ്റ്. സോ കാൽഷ്യം ഓക്സലേറ്റും സ്റ്റാർച്ചും ഉണ്ട് എന്നുള്ളതാണ്. സോ കെമിക്കൽ കോൺസ്റ്റന്റ് എന്താ പറഞ്ഞത്? ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ് ആണ്. സോ രണ്ടായിട്ടുണ്ട്. സോ ഒന്ന് കാർബോക്സിൽ ഗ്രൂപ്പും ഇല്ലാതെയും. സോ റെയിൻ, ഗ്ലൂക്കോട്ടൈൻ, ഇമോഡിൻ, ആലോ ഇമോഡിൻ ആൻഡ് ക്രിസോഫെനോൾ. സോ ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. സോ കെമിക്കൽ ടെസ്റ്റ് പറയാം. സോ മോഡിഫൈഡ് ബോൺട്രാഗേഴ്സ് ടെസ്റ്റിന് പോസിറ്റീവ് റിസൾട്ട് ആണ് തരാറുള്ളത്. സോ എക്സിബിറ്റ് എ റെഡ് കളർ അപ്പോൺ അഡീഷൻ ഓഫ് ആൽക്കലീസ് ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ് ആണ്. സോ എന്ത് ചെയ്യും? ആൽക്കലീസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റെഡ് കളർ കിട്ടും എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ അടുത്തൊരു ടെസ്റ്റ്. സോ മൈക്രോസ്കോപ്പി പറയാം. സോ റുബാർബ് ഡിസ്പ്ലേ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് സ്പോട്ട്. സോ റുബാർബിൽ സ്റ്റാർച്ച് സ്പോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഇൻഡിക്കേറ്റിംഗ് അബ്നോർമൽ വാസ്കുലാർ ബണ്ടിൽ. അത് സ്റ്റാർച്ച് സ്പോട്ട് കാണുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ അബ്നോർമൽ വാസ്കുലാർ ബണ്ടിലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇൻ സച്ച് ബണ്ടിൽസ് മെഡുലർ റേസ് അഡോപ്റ്റ് എ സ്റ്റാർച്ച് ഷേപ്പ് അപ്പിയറൻസ്. സോ ഇങ്ങനെയുള്ള കേസുകളിൽ മെഡുലർ റേസുകൾ എന്ത് ചെയ്യും? സ്റ്റാർച്ച് ഷേപ്പ് അപ്പിയറൻസ് കാണിക്കാറുണ്ട്. ഓക്കെ, സോ റുബാർബിൽ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാർച്ച് സ്പോട്ട് കാണാറുണ്ട്. ഇനി അതെന്തുകൊണ്ടാണ് കാണാറുള്ളത്? അബ്നോർമൽ വാസ്കുലാർ ബണ്ടിൽസുകൾ ഉള്ളത് കൊണ്ടാണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യാറുണ്ട്? ഒരു സ്റ്റാർച്ച് ഷേപ്പ് അപ്പിയറൻസിലേക്ക്
ഡിസ്ചാർജിലേക്ക് പോവാറുണ്ട്. ഈ വാസ്കുലർ ബണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് മൈക്രോസ്കോപ്പിൽ പറയാനുള്ളത്. സോ യൂസ് പറയുവാണെങ്കിൽ റുബാർബ് ഈസ് യൂട്ടിലൈസ്ഡ് ആസ് എ ബിറ്റർ സ്റ്റൊമക്കിക് ആൻഡ് പ്രൂവൻ ബെനിഫിഷ്യൽ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയറിയ. ഇതൊരു സ്റ്റൊമക്കിക് ആണ്, അതുമാത്രമല്ല ഡയറിയയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇറ്റ്സ് പെർഗേറ്റീവ് പ്രോപ്പർട്ടീസ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ഇറ്റ്സ് മെഡിസിനൽ ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പെർഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെർഗേറ്റീവ് ആക്ഷൻസും കിട്ടാറുണ്ട്. സോ ബേസിക് ആയിട്ട് യൂസ് പറയുവാണെങ്കിൽ എന്തൊക്കെ അറിയണം? ഒന്ന് ബിറ്റർ സ്റ്റൊമക്കിക് ആണ്, ഒന്ന് ഡയറിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതുമാത്രമല്ല എന്തുണ്ട്, ഇതിനൊരു പെർഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യൂസുകൾ പറയുന്നത്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഭയങ്കര ഒരു സിമ്പിൾ ഡ്രഗ് ആണ്, നന്നായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് കാണാം. ബൈ.